ഹായ് ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാല ഒന്നാം വർഷ ബിരുദ പ്രവേശനം 2024 റിലേറ്റ് ചെയ്ത് സ്പോർട്സ് കോട്ട സീറ്റുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. കോളേജിൽ ഹാജരാകേണ്ട തീയതി ജൂൺ 28 12 മണിക്കകമാണ്. നിർദ്ദേശങ്ങൾ ഇവയാണ്. കേരള സർവകലാശാല ഒന്നാം വർഷ ബിരുദ പ്രവേശനം സ്പോർട്സ് കോട്ട റാങ്ക് ലിസ്റ്റുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ സ്പോർട്സ് കോട്ട ടാബ് യൂസ് ചെയ്ത് റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാം. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്പോർട്സ് കോട്ട പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ജൂൺ 28 പകൽ 12 മണിക്ക് മുമ്പായി എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും സഹിതം കോളേജുകൾ എത്തിച്ചേരേണ്ടതാണ്. പ്രൊഫൈലിൽ വിദ്യാർത്ഥി നൽകിയിട്ടുള്ള കോഴ്സുകൾക്ക് മാത്രമേ പ്രവേശനം നേടാൻ സാധിക്കുകയുള്ളൂ. എല്ലാ കോളേജുകളിലും എല്ലാ കോഴ്സുകൾക്കും ഒരേ ദിവസം തന്നെയാണ് കൗൺസിലിംഗ് നടത്തുന്നത്. ആയതിനാൽ ഒന്നിൽ കൂടുതൽ കോളേജുകളുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് കൗൺസിലിംഗിൽ പങ്കെടുക്കാൻ രക്ഷകർത്താവ് അല്ലെങ്കിൽ പ്രതിനിധിയുടെ സഹായം ഉപയോഗിക്കുന്നതാണ്. അതിനായി ഏത് വ്യക്തിയാണോ ചെല്ലുന്നത് ആ വ്യക്തിയുടെ കയ്യിൽ നിങ്ങളുടെ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും നിങ്ങൾ ഒപ്പിട്ട സാക്ഷ്യപത്രം ഓതറൈസേഷൻ ലെറ്ററും നൽകേണ്ടതാണ്. രാവിലെ 12 മണിക്ക് മുമ്പായി തന്നെ വിദ്യാർത്ഥിയോ പ്രതിനിധിയോ കോളേജിൽ ഹാജരാകണം. വിദ്യാർത്ഥികൾക്ക് ലഭിച്ച റാങ്ക് അനുസരിച്ചാണ് കൗൺസിലിംഗ്. ആയതിനാൽ റാങ്ക് വിളിക്കുന്ന സമയം വിദ്യാർത്ഥിയോ പ്രതിനിധിയോ ഹാജരാകാത്ത പക്ഷം റാങ്ക് ലിസ്റ്റിലെ അടുത്ത ആളെ പരിഗണിക്കുന്നതാണ്. ഇങ്ങനെ സീറ്റ് നഷ്ടപ്പെടുന്ന വിദ്യാർത്ഥിക്ക് പിന്നീട് ആ സീറ്റ് അവകാശപ്പെടാൻ സാധിക്കില്ല. അഡ്മിഷൻ ഹാജരാകുന്നവർ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ ഹാജരാക്കേണ്ടതാണ്. പ്രതിനിധി ഹാജരാകുന്ന കോളേജിലാണ് അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ പ്രിൻസിപ്പൽ അനുവദിക്കുന്ന സമയത്തിനുള്ള വിദ്യാർത്ഥികൾ നേരിട്ടെത്തി ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ്. നിലവിൽ മറ്റേതെങ്കിലും കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളവർ പ്രസിദ്ധ അഡ്മിറ്റ് മെമ്മോ ഹാജരാക്കണം. അങ്ങനെയുള്ളവർ സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ ലഭിക്കുന്ന പക്ഷം പ്രിൻസിപ്പൽ അനുവദിക്കുന്ന സമയത്തിനുള്ളിൽ അഡ്മിഷൻ ലഭിച്ച കോളേജിൽ നിന്നും TCയും മറ്റും സർട്ടിഫിക്കറ്റുകളും വാങ്ങി അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ്. പ്രിൻസിപ്പൽ അനുവദിക്കുന്ന സമയത്തിനുള്ളിൽ അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കാത്തവരുടെ സീറ്റ് ഒഴിവുള്ളതായി പരിഗണിക്കും. പിന്നീട് ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ആൻഡ് നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനായി വെരിഫിക്കേഷൻ നടത്തിയാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഒറിജിനൽ സർട്ടിഫിക്കറ്റിൽ അതാത് കോളേജുകൾ പരിശോധിക്കുന്നതാണ്. ഈ ഘട്ടത്തിൽ സർട്ടിഫിക്കറ്റുകൾ എന്തെങ്കിലും തെറ്റുകൾ കണ്ടാൽ അഡ്മിഷൻ നിരസിക്കുന്നതാണ്. പ്രൊഫൈലിൽ ചേർത്തിട്ടില്ലാത്ത യാതൊരു സർട്ടിഫിക്കറ്റുകളും പരിഗണിക്കുന്നതല്ല. അഡ്മിഷൻ ലഭിക്കുന്നവർ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് അവരുടെ പ്രൊഫൈലിലൂടെ ഓൺലൈനായിട്ട് അടയ്ക്കേണ്ടതാണ്. ഇതിലേക്കുള്ള ലിങ്ക് കോളേജിൽ നിന്നും ആക്റ്റീവാക്കി നൽകുന്നതാണ്.